നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ വന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളേതായ അഭിപ്രായങ്ങൾ പറയാം. എന്തഭിപ്രായം പറയാണ്? നേതാവനല്ലേ സ്ഥാനാർത്ഥി നിൽക്കുള്ളൂ. ഞങ്ങളെ പോലെ യുവ നേതാക്കന്മാർക്കൊന്നും പാർട്ടി അവസരം തരില്ലല്ലോ. സുഗുണൻ അങ്ങനെ പറയരുത്. ഈ വരുന്ന സൊസൈറ്റി ഇലക്ഷന് സുഗുണനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. ഏത് 25 വോട്ട് പോലും തികച്ചിട്ടാൻ പറ്റാത്ത സൊസൈറ്റിയിൽ ഇലക്ഷൻ നിന്ന് തോറ്റ് നാണങ്കട എനിക്കെന്തായാലും പറ്റൂല. മിസ്റ്റർ സുഗുണൻ ഒരു കാര്യം മനസ്സിലാക്കണം. വോട്ടിന്റെ എണ്ണം കുറവും സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലുമാണ് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താം. അതൊന്നും എനിക്കറിയണ്ട. എല്ലാ കാലം പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഇട്ട് എനിക്കൊന്നും പറ്റില്ല. എന്തെങ്കിലും ഒരു ഗുണം എനിക്കും വേണ്ടേ? ഗുണമില്ലാന്ന് താൻ പറയരുത്. കഴിഞ്ഞ ഇലക്ഷന് പാർട്ടി പോസ്റ്റ് ഒട്ടിക്കാൻ തന്ന 2 ചാക്ക് മൈദ, അതിലൊരു ചാക്ക് ഇയാൾ കുടുംബത്തിൽ കൊണ്ടുപോയി. 1/2 കിലോ മൈദക്ക് വേണ്ടി ഞാൻ തന്റെ പിറകെ നടന്നിട്ട് താൻ എനിക്ക് തന്ന. എന്നിട്ട് ഇയാള് ചെയ്ത പണി കണ്ട. ആ മൈദ കൊണ്ട് കുറുക്കുണ്ടാക്കിയിട്ട് അയിലന്തരത്തുള്ള എല്ലാവർക്കും താൻ കൊടുത്തു. ഒരു സ്പൂൺ എനിക്ക് ഇയാൾ തന്നില്ല. വിഷമുണ്ടോ? എനിക്ക് നല്ല വിഷമുണ്ട്. പാർട്ടി ഇടപെട്ടിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. കുറുക്കുണ്ടാക്കി തിന്നാൻ വേണ്ടിയല്ല നമ്മളിവിടെ പാർട്ടി മീറ്റിംഗ് കൂടിയേക്കണം. എടോ മൈദ കുറുക്കി താൻ അവിടെ ഇരുന്നു. എനിക്കെന്തായാലും പഞ്ചായത്ത് ഇലക്ഷൻ ഒരു സീറ്റ് വേണം. എന്ത് വില കൊടുത്തിട്ടായാലും കുഴപ്പമില്ല. ഈ തവണത്തെ പഞ്ചായത്ത് ഭരണം നമുക്ക് കിട്ടണം. പ്രസിഡന്റ് സ്ഥാനം എനിക്കും കിട്ടണം. പാർട്ടിക്ക് എന്ത് ഗുണമുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്? ഇയാള് പാർട്ടിന്ന് പോയാൽ തന്നെ 25 വോട്ട് ഇയാളുടെ കുടുംബത്തിൽ നമുക്ക് കിട്ടും. അത് ശരിയാണ്. ഞാനിത് മുന്നേ പറയാറുള്ള കാര്യല്ലേ. സംഭവം നിങ്ങൾ പറഞ്ഞൊരു കാര്യമില്ലായില്ല. പക്ഷേ നമ്മുടെ പാർട്ടിയുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ രാഘവമാഷ പെൻഷനാണ്. ഒറ്റടിക്ക് പാർട്ടിക്ക് ഒരു വരുമാനം ഇല്ലാണ്ടായാൽ തന്നെ നമ്മുടെ പാർട്ടി തന്നെ തകർന്നു പോകും. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളും ചെലവും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ രാഘവമാഷാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറ്റടിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം, അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അതൊരു നല്ലൊരു തീരുമാനമാണ്. ഹലോ, KCB ഓഫീസല്ലേ? ചെറിയ കറണ്ട് പോയിട്ട് വെട്ടം കാണുന്നുണ്ട്. അത് നോക്കണ്ട, ചിലപ്പോ അവിടെ ബെറ്റർ ആയിരിക്കുള്ളൂ. അവിടെ പോയി നോക്കിട്ട് പറയാം. ഞാൻ പോയി നോക്കട്ടെ. ഓക്കെ, ബൈ. പൊറോട്ടരാജന്റെ വീടല്ലേ രാഘവമാഷൻ? പിന്നെ രാഘവമാഷ് പൊറോട്ട രാജനോട് ഇരുന്ന് പൊറോട്ട ഒക്കെ തിന്നിട്ട് വരുള്ളൂ. നമ്മളിവിടെ വെറുതെ ഇരുന്ന് നേരം കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ പോയി കഴിയട്ടെ. പട്ടി, ഞാൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ കക്കാൻ വേണ്ടി വന്നല്ല, കാരണുണ്ടോ നോക്കാൻ വേണ്ടി വന്നു. രാജുവിന്റെ പെറോട്ട അവിടെ ഉണ്ട്. എവിടെ പോയി?